ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പ്രകടനവും റാലിയും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനവും റാലിയും ഉണ്ട്. നമ്മുടെ കൂടെ CPM ജില്ലാ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ അംഗവുമായിട്ടുള്ള PK ശ്യാമല ടീച്ചർ ഉണ്ട്. എന്തായാലും ഈ പണിമുടക്ക് വനിതകളുടെ ഒരു ആവശ്യം കൂടി നടത്തണം. വിവിധ തൊഴിലാളി വർഗമാണ് പണിമുടക്ക് നടത്തുന്നത്. എന്തായാലും വനിതകളുടെ ഒരു ആവശ്യം കൂടെ മുൻനിർത്തിയാണല്ലോ പണിമുടക്ക് നടത്തുന്നത്. അപ്പൊ എന്താണ് പറയാനുള്ളത് പണിമുടക്കിനെ കുറിച്ച്? നമ്മുടെ 12 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജ്യത്താകമാനമുള്ള തൊഴിലാളികളും ജീവനക്കാരും ഇന്ന് പണിമുടക്കുന്നത്. അങ്ങനെ പണിമുടക്കുന്ന സന്ദർഭത്തിൽ ഈ തൊഴിലാളികളിൽ നല്ല ശതമാനം സ്ത്രീകളാണ്. എത്രയോ പതിറ്റാണ്ടുകളായി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്ത 29ഓളം നിയമങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ 29 നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റുന്ന ഒരു നിയമമാണ് നവംബറിൽ പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമം പരിശോധിച്ചവർ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് മുഴുവൻ തൊഴിലാളി വിരുദ്ധമാണ്. കാരണം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് സംഘടിക്കുകയും സമരം ചെയ്യുകയാണ്. അങ്ങനെ സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശത്തെ ഈ നിയമം ഇല്ലാതാക്കുന്നു. അതുപോലെ മിനിമം വേജ്, എത്രയോ കാലമായി പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്ത മിനിമം വേജ് അത് നടപ്പിലാക്കാതിരിക്കുന്നു. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അത് ശക്തമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്ക് 2004 തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നത്. ആ തൊഴിലുറപ്പ് നിയമം രാജ്യത്താകമാനം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ആ മേഖലയിൽ 85% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വേതനം വെട്ടിക്കുറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിന്റെ ഭാഗമായി ഫണ്ട് കുറച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴ് കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമത്തിന്റെ ഭാഗമായി ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട്. മറ്റൊരു കാര്യം ചെയ്തിട്ടുള്ളത്, ആ തൊഴിലാളികൾ കൊടുക്കുന്ന വേതനത്തിൽ 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമായി മാറ്റി. ഫലത്തിൽ 120 ദിവസം ജോലി കൊടുക്കുമെന്ന് പറയുമ്പോഴും ജോലി കൊടുക്കാൻ ആവശ്യമായ പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല. സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് നിയമപരമായി തരേണ്ട ഫണ്ട് ഏതാണ്ട് 1,00,000 കോടി രൂപയോളം തരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഫലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അഭിമാന പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യം എടുത്തു നോക്കിയാലും എനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ താരിഫിൻ്റെ ഭാഗമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ ഒരുവിധ താരിഫുമില്ലാതെ എല്ലാ സാധനങ്ങളും ഇറക്കാൻ അനുമതി ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് 18% താരിഫ് അയച്ചിട്ട് മാത്രമാണ് കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കുലുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചുള്ളത് പാകിസ്ഥാൻ്റെ തുണിത്തരം വാങ്ങുമെന്നാണ്. അപ്പോൾ ഈ ഗാർമെൻറ്റ്സ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഗാർമെൻറ്റ്സ് മേഖല എന്ന് പറയുന്നത്. പൊതുവിൽ രാജ്യത്താകമാനമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ പണിമുടക്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പങ്കുചേരുകയാണ്. ഈ തൊഴിലിടങ്ങളിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ വനിതകൾക്കായി കൊണ്ടുവരുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് പ്രധാന ആവശ്യങ്ങൾ, എന്തൊക്കെയായിരിക്കും വനിതകൾക്കായി കൊണ്ടുവരേണ്ടെന്ന് ടീച്ചർ ആഗ്രഹിക്കുന്ന ആവശ്യം? അല്ല, സംസ്ഥാന സർക്കാർ ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും എന്തൊക്കെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സ്ത്രീകൾക്ക് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. അവർക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. അങ്ങനെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഈ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ ഇതിനകം ഒരു ഘട്ടത്തിൽ SBI തന്നെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞു ഗർഭിണികളായ സ്ത്രീകൾ ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന പ്രസവാവധി ഉൾപ്പെടെ കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. വരുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ത്രീകളെ ജോലിക്ക് വെക്കാൻ തയ്യാറാവാൻ സാഹചര്യമുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം സ്ത്രീ എന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ ബാധ്യത നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജോലിയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി പാടില്ല. അതുപോലെ ഈ തൊഴിലുറപ്പ് മേഖലയിൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കി 100% കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചാലേ തൊഴിലുറപ്പ് മേഖല ശക്തമായി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നിരവധിയായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതിനൊക്കെ നിയമമുണ്ട്. അവിടെ പ്രത്യേക ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റികൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്.
മറ്റൊന്ന്, രാജ്യത്താകമാനം കാണാൻ വേണ്ടി കഴിയുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആദിവാസി, ദളിത്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ വലിയ രീതിയിൽ ആക്രമണത്തിന് വിധേയമാകുന്ന സാഹചര്യമുണ്ട്. അതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഭരണാധികാരികൾക്ക് താല്പര്യമുള്ള ആളുകളാണ് പ്രതികളായി വരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഫലപ്രദമായ FIR കേസോ ഇല്ലാത്തതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിരവധിയായ ഹത്വയായാലും അതുപോലെ തന്നെ ഉന്നാവിയാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് കുറ്റവാളികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണമെന്നാണ് മഹിളാ അസോസിയേഷൻ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ദേശീയ പണിമുടക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതകൾക്ക് തൊഴിലിടങ്ങളിൽ സംരക്ഷണം ലഭിക്കണം, അതുപോലെ തന്നെ വനിതകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടക്കുന്നത്. എന്തായാലും എല്ലാവരും തന്നെ ഇതിന്റെ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തന്നെ എല്ലാ കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം, നിരത്തിൽ വാഹനങ്ങളൊന്നും ഇറങ്ങാത്ത ഒരു സാഹചര്യം. എന്തായാലും എല്ലായിടത്തും ബഹുജന റാലിയും പ്രകടനവും ഉൾപ്പെടെ നടക്കുന്നുണ്ട്. നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.